ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജിസ് നോളജ്. ഞാൻ എം ജി. അപ്പൊ നമ്മൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ഫംഗ്ഷൻസിൽ ഷുവർ ആയിട്ടും നിങ്ങൾ എല്ലാ എക്സാമിനേഷനും ചോദിക്കുന്ന ഈ പറയുന്ന ഫംഗ്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങളുടെ എക്സാമിൽ വരുന്നതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, r-3 ആണ്. ബി എന്ന് പറഞ്ഞ r-1 ആണ്. ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. ഏതാണ് ഫംഗ്ഷൻ? f(x) = x-2x-3. ചോദിച്ചത് എഫ് എന്ന് പറയുന്നത് 1 ആണ്. ഈ ഫംഗ്ഷൻ 1 ആണ് ചോദ്യം. ഒരു ഫംഗ്ഷൻ 1 ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. f(x1) = f(x2) എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ അസ്യൂം ചെയ്ത് നമ്മൾ ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x1 = x2 എന്ന് കിട്ടണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. നമുക്ക് എന്ത് അസ്യൂം ചെയ്യാണ്? f(x1) = f(x2) എന്ന് അസ്യൂം ചെയ്യാണ്. ആരാണ് ഈ f(x1)? f(x) = x-2/x-3 ആണെങ്കിൽ x ന്റെ സ്ഥാനത്ത് x1 കൊടുത്താൽ നിങ്ങൾക്ക് ആരെ കിട്ടും? f(x1) കിട്ടും. മനസ്സിലായല്ലോ. ആരാണ് f(x2)? x ന്റെ സ്ഥാനത്ത് x2 കൊടുത്തത്. മനസ്സിലായല്ലോ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആക്കി എടുത്തു. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇയാൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ x1 - 2 into x2 - 3 രണ്ടിനും ബ്രാക്കറ്റ് കൊടുക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ ടു എന്താണ്? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 - 3 into x2 - 2. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബ്രാക്കറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഇയാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 into x2 വരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത് ഇയാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ x1 into -3 -3x1. ഓക്കെ ആണല്ലോ. ഇയാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2 into x2 -2x2. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ആയിട്ട് ഇയാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2 into -3 അത് +6 ആണ്. ഓക്കെ ആണല്ലോ. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ x2 into x1 that is x1 x2. ഓക്കെ ആണല്ലോ. അടുത്ത x2 into -3 that is എന്താണ്? -3x2. ലാസ്റ്റ് ആയിട്ട് -2 into x1 -2x1 -2 into -3 +6 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇവർ രണ്ടുപേരെ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. ബാക്കിയുള്ളത് -3x1 -x2. ഇവിടെ ബാക്കിയുള്ളത് -3x2 -x1. x1 നൊക്കെ ഒരു ഭാഗത്താക്കുന്നു, x2 നൊക്കെ ഒരു ഭാഗത്താക്കുന്നു എന്ന് പറയുമ്പോൾ ഈ x1 ഇങ്ങോട്ടേക്ക് വരുന്നു, ഈ x2 ഇങ്ങോട്ടേക്ക് പോകുന്നു. സോ -3x1 ഉം ഈ -2x1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +2x1, -x2 ഈ -2x2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +2x2. ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു -x1 = -x2 കൂടി രണ്ട് കട്ടായി പോയി കഴിഞ്ഞാൽ x1 = x2 എന്ന് കിട്ടും. അത് കാരണം തന്നെ f11 ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു എക്സാം പേപ്പർ നിങ്ങൾ കാണൂല. ഓക്കെ ആണ്. ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. സോ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യണം. ബൈ.